ഹായ്, ഹലോ, എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ്. എൻ്റെ പേര് ഹാഷിം. വി ആർ ക്രിയേറ്റീവ് എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇവിടെ വന്നിരിക്കുന്നത് മോഹൻലാൽ ആദ്യമായി സംവിധാനം ചെയ്ത ബറോസ് എന്ന മൂവിയുടെ റിവ്യൂവായിട്ടാണ്. ഈ മൂവിയെക്കുറിച്ച് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ, എനിക്കൊരുപാട് ഇഷ്ടമായി മൂവി. കാരണം ഞാൻ ഒരുപാട് എക്സ്പെക്റ്റും ചെയ്യാതാണ് മൂവി കാണാൻ വേണ്ടി പോയത്. പിന്നെ ഈ മൂവിയുടെ 2020 മുതൽ ഈ മൂവിയുടെ ഓരോ അപ്ഡേഷനും സോഷ്യൽ മീഡിയ ആയിട്ടും മറ്റുള്ള യൂട്യൂബ് ചാനലൊക്കെ ആയിട്ടും ഒന്ന് കണ്ടു കേൾക്കാറൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അത് മാത്രമല്ല, പിന്നെ അതിൽ ലാലേട്ടൻ ഫസ്റ്റ് ഡയറക്ഷനാണ്, എങ്ങനെയെന്ന് അറിയണമല്ലോ. എനിക്ക് ഇതിൽ എടുത്തു പറയേണ്ടത് ഇതിൻ്റെ ടെക്നിക്കൽ സൈഡാണ് ഫസ്റ്റ് പറയേണ്ടത്. ഒരു രക്ഷയില്ലായിരുന്നു. ഈ മൂവി കാണാൻ പോവാണ് പ്രേക്ഷകരോട് ആദ്യമായി കാര്യം പറയാം. ഡോൾബി അറ്റ്മോസുള്ള നല്ല തിയേറ്ററിൽ, നല്ല 3D എഫക്ട്സ് നല്ല തിയേറ്ററിൽ തന്നെ പോയി കാണാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് വേറെ വൈബായിരിക്കും മൂവി എന്തായാലും കണ്ടു കഴിഞ്ഞാൽ. പ്രത്യേകിച്ച് കുട്ടികളൊക്കെ ആയിട്ട് പോകുമ്പോൾ എസ്പെഷ്യലി നല്ലവർക്കും ഇഷ്ടമാകുന്ന മൂവി തന്നെയാണിത്. പിന്നെ ഞാൻ ടെക്നിക്കൽ സൈഡിലേക്ക് വരികയാണെങ്കിൽ സന്തോഷമാണ് അതിൻ്റെ ക്യാമറ ഇരിക്കുന്നത്. സന്തോഷവും ലാലേട്ടനും തമ്മിലുള്ള കോംബോ എനിക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണല്ലോ. കാരണം യോധ മുതലുള്ള എല്ലാ മൂവീസ് എടുത്ത് വെച്ചാൽ അറിയാം, ഓരോ മാജിക്കുകളുണ്ടാവും. അത് യോധയിലായാലും കാലാപാനിയായാലും നിർണ്ണയമായാലും ഒക്കെ വേറെ ലെവലായിരിക്കും. ഓരോ സിനിമാറ്റോഗ്രാഫി, ലാലേട്ടൻ പെർഫോമൻസൊക്കെ ഇതുപോലെ തന്നെയാണ് ഇതിൽ. പിന്നെ മോഹൻലാൽ നടനും ഒപ്പം ഡയറക്ടറുമാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഇതാണ് സംഭവം. നൈസായിട്ട് തന്നെ ഡയറക്ഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു, രക്ഷയില്ലായിരുന്നു. എക്സ്പെഷ്യലി മേക്കിംഗ് ആയാലും ഇതിൻ്റെ ഓരോ ഫ്രെയിംസ്, കട്ട് ഷോട്ട്സ് ആയാലും ഒക്കെ നൈസായിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതിൻ്റെ കോ ഡയറക്ടറായിട്ട് വർക്ക് ചെയ്തിരിക്കുന്നത് TK രാജകുമാർ. പുള്ളിയിലേക്ക് അറിയാൻ വിചാരിക്കുന്നു. പുള്ളി മോഹൻലാലിനെ വെച്ച് തന്നെ പവിത്ര എന്ന മൂവി ഡയറക്റ്റ് ചെയ്ത ആളാണ്. പവിത്ര മൂവിയുടെ ക്യാമറമാൻ തന്ന സന്തോഷം ഉണ്ടായിരുന്നു. ഞാൻ ഈ മൂവിയിലേക്ക് ബറോസ് മൂവി തന്നെയാണ് പറയുന്നത്, റിവ്യൂ തന്നെ പറയുന്നത്. ഞാനിപ്പോൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞതുള്ളൂ. അതുപോലെ ഇതിൻ്റെ ഡയലോഗ്സ് ചെയ്തിരിക്കുന്നത് കലവൂർ രവികുമാറാണ്. കലവൂർ എല്ലാവർക്കും അറിയാം, കാരണം പുള്ളി ദിലീപും നമ്പ്യാരുടെ അപേക്ഷിച്ച് ഇഷ്ടമായ മൂവിയുടെ റൈറ്ററാണ്. പിന്നെ ഇതിൻ്റെ ടെക്നിക്കൽ സൈഡ് ചെയ്തിരിക്കുന്നത് മൊത്തം വിദേശികളാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ അതിൽ ആക്ടേഴ്സൊക്കെ വിദേശികൾ തന്നെയാണ്. എല്ലാവരും നൈസായിട്ട് തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു. എസ്പെഷ്യലി ഇതിൻ്റെ 3D വർക്ക്, അതുപോലെ ഇതിൻ്റെ CG ഒക്കെ നൈസായിട്ടുണ്ടായിരുന്നു. അതുപോലെ സൗണ്ട് ഡിപ്പാർട്ട്മെൻറ്റ്, സൗണ്ട് മിക്സിങ്ങും സൗണ്ട് ഡിസൈനിങ്, ആർട്ട് വർക്ക് ഒക്കെ ഒരു രക്ഷയില്ലായിരുന്നു. പിന്നെ വിഷ്വലി ഇത്രയും ബ്യൂട്ടി ആയിട്ടുള്ള മൂവി ഞാൻ ഈ അടുത്ത കാലത്ത് കണ്ടിട്ടില്ല. ഓരോ ഫ്രെയിംസ്, അതിൻ്റെ എക്സ്പെഷ്യലി ഫസ്റ്റ് ഷോട്ട് മുതലുള്ള ഇതൊക്കെ നൈസായിട്ടുണ്ടായിരുന്നു. അതുപോലെ ഇതിൻ്റെ BGM ഒരു രക്ഷയില്ലായിരുന്നു. എനിക്ക് തോന്നുന്നു ഈ പടത്തിൻ്റെ ഏറ്റവും എനിക്കിഷ്ടപ്പെട്ട ഇതിൻ്റെ BGM ആണ്. നല്ല രസമുള്ള BGM ആയിരുന്നു. തുടക്കം മുതൽ ഇതിൻ്റെ പടം സ്റ്റാർട്ട് ചെയ്യുന്ന മുതൽ അങ്ങോട്ടുള്ള BGM വേറെ നൈസായിട്ടായിരുന്നു. പെർഫോമൻസ് പറഞ്ഞാൽ ലാലേട്ടൻ ഒരു രക്ഷയില്ലായിരുന്നു, നല്ല പെർഫോമൻസ് ആയിരുന്നു. അങ്ങനത്തെ ഒരു സ്റ്റോറിയാണ് സംഭവം. അതുപോലെ ഇതിൽ ഒരു പെൺകുട്ടിയുണ്ട്, മായ റാവു എന്ന പുള്ളിയാണ് മോഹൻലാലും തമ്മിലുള്ള ഇതാണ് കോമ്പിനേഷനാണ് പടത്തിൻ്റെ മെയിൻ ഹൈലൈറ്റ് വരുന്നത്. പിന്നെ കുറേ ആക്ടേഴ്സ് ഇതിൽ അഭിനയിച്ചിട്ടുണ്ട്, ഒക്കെ വിദേശികളാണ്. പിന്നെ പിന്നെ ആൻഡ്രി ഒരു റോൾ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അതുപോലെ മിന്നൽ മുരളിയിലെ വില്ലനായിട്ട് ചെയ്യുന്ന പുള്ളി റോൾ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ വേറൊരു ആക്ടേഴ്സ് ഉണ്ട്, പേര് എനിക്കറിയില്ല, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. എല്ലാവരും കുഴപ്പമില്ലായിരുന്നു സംഭവം. പിന്നെ ഇത് ഫാൻറ്റസി മൂവിയാണ്, എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു സംഭവമാണിത്. ഓക്കെ, എന്തായാലും എനിക്ക് മൂവി ഒരുപാട് ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. പിന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ടെക്നിക്കൽ സൈഡാണ്. അതുകൊണ്ടാണ് ടെക്നിക്കൽ സൈഡ് മാത്രം എടുത്തു പറഞ്ഞത്. പിന്നെ ഇതിൻ്റെ മേക്കിംഗ് ലാലേട്ടൻ്റെ ഫസ്റ്റ് ഡയറക്ഷനാണ്, നൈസായിട്ട് തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ എനിക്ക് തോന്നുന്നു എല്ലാ വർക്കും വലിയൊരു ക്രൂ ആണ് ഈ പടത്തിൻ്റെ. അത്രയും ടെക്നിക്കൽ സപ്പോർട്ട് ഭയങ്കര ഇതായിരുന്നു. കാരണം ഇത്രയും റിച്ചായ ഫ്രെയിംസും സംഭവങ്ങളൊക്കെ, അതുപോലെ ഇതിൻ്റെ 3D വർക്ക്, CG ഒക്കെ എന്തായാലും വളരെ നൈസായിരുന്നു. ഇതിൽ നമ്മളിപ്പോൾ പല മൂവീസ് ഉണ്ട് ഇപ്പം, ഒരുപാട് ഇപ്പം തമിഴിലായാലും മറ്റുള്ള ലാംഗ്വേജിലൊക്കെ വരുന്ന മൂവീസ് ഉണ്ട്. അപ്പോൾ അതിലൊക്കെ വരുമ്പോഴൊക്കെ അവർ കോടികൾ വെറുതെ ചിലവാക്കി പറയണല്ലോ. പക്ഷേ ഇതിലങ്ങനൊന്നും തോന്നിയിട്ടില്ല. ഇതിലൊക്കെ എന്താണോ ഈ കഥയ്ക്ക് ആവശ്യമില്ല, ഇനി സിനിമയ്ക്ക് ആവശ്യമില്ല, ആ സംഭവങ്ങൾ കറക്റ്റായിട്ട് തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു. ആവശ്യമുള്ളൊരു സംഭവം ഉണ്ടായിട്ടില്ല എന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ. എനിക്ക് ഒരുപാട് വർക്കായി മൂവി. ഇനി നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ള നിങ്ങൾ കമൻ്റ് ആയിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ എല്ലാവർക്കും ശുഭദിനം, ഹാപ്പി ക്രിസ്മസ്.